ഇന്നത്തെ വീഡിയോ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അണലി പ്രസവിക്കുമോ? എങ്കിൽ എത്ര കുഞ്ഞുങ്ങളാണ് അണലിക്ക് ഉണ്ടാവുക? മൂർഖൻ മുട്ടയിട്ട് വിരിയിക്കുകയാണ് ചെയ്യുന്നത്, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവാം? കേരളത്തിൽ കണ്ടുവരുന്ന മനുഷ്യജീവന് അപകടകരമായിട്ടുള്ള എത്ര തരം പാമ്പുകളുണ്ട്? പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ആന്റിവെനം തരും. ആ ആന്റിവെനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയൊക്കെയാണ് ഈ പാമ്പ് കടിച്ചാൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നതിനൊക്കെ കുറിച്ചുള്ള വളരെ ലളിതവും ഹ്രസ്വവുമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കേരളത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് 4 തരം പാമ്പുകളാണ്. കിങ് കോബ്രയെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, കാരണം അത് വനപ്രദേശങ്ങളിലും അതുപോലെ മലമ്പ്രദേശങ്ങളിലൊക്കെയാണ് അത് കണ്ടുവരുന്നത്. കേരളത്തിൽ അധികവും അണലി, അതായത് റസൽസ് വൈപ്പർ എന്നും അതിന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ സാധാരണ വട്ടക്കൂറ, ചേനത്തണ്ടൻ, അണലി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഈ സാധനത്തിന് വിളിക്കുക. വളരെ അപകടകരമായിട്ടുള്ള 4 ഇനം പാമ്പുകൾ, വളരെ അപകടകരമായിട്ടുള്ള ഒരു പാമ്പാണ് അണലി. അതിന് പത്തിയില്ല, ഏത് രീതിയിലും അത് തിരിഞ്ഞി കൊത്താനുള്ള സാധ്യത, ചാടി കൊത്തും. അതിന് അക്രമവാസന കൂടുതലാണ്. മൂർഖനെ പോലെയല്ല. മൂർഖനൊക്കെ പത്തി വിരിച്ച് നിന്ന് കൊത്തും, ഒന്ന് ഊതും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പെട്ടെന്ന് അതിന്റെ ഇരയാണെന്ന് കരുതി പെട്ടെന്ന് നമ്മളെ കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ അണലിയുടെ വിഷം വളരെ മാരകമാണ്. അണലിയെ കൂടാതെ മൂർഖൻ, വെള്ളിക്കെട്ടൻ, അതുമാതിരി തന്നെ ചുരുട്ടമണ്ടലൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ട് തന്നെയാണ് കെടുക്കുക. തലയുള്ളിലാക്കിയിട്ട് ഒരു മണ്ണിന്റെ ഒക്കെ നിറാണ് അതിനുണ്ടാവുക. ഇത് 4 വളരെ അപകടകരമായിട്ടുള്ള പാമ്പുകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. പിന്നെ കടലിലും ഇതുപോലെയുള്ള വിഷമുള്ള ഒരുപാട് പാമ്പുകളുണ്ട്. എന്നാൽ കേരളത്തിൽ സാധാരണഗതിയിൽ കിങ് കോബ്രയെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറ്. നമ്മൾ വാവാ സുരക്ഷയൊക്കെ പിടിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ വരാറില്ല എന്ന് മാത്രമല്ല, ഇതിന് അക്രമവാസന വളരെ കുറവാണ്. പക്ഷെ കടി ഏറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണഗതിയിൽ പാമ്പ് കടി ഏറ്റാൽ ഈ അണലിയുടെയും അതുമാതിരി തന്നെ ഈ വൈപ്പർ എണ്ണത്തിൽപ്പെട്ട പാമ്പുകളുടെ കടി ഏറ്റി കഴിഞ്ഞാൽ ഇതിനെ നേരെ ബാധിക്കുന്നത് നമ്മുടെ ഇത് ഹീമോടോക്സിക് ആണ്. ഈ 2 തരത്തിലാണ് ഇത് വരുന്നത്. ഈ അണലി ഹീമോടോക്സിക്കും മൂർഖം പോലുള്ളതൊക്കെ ന്യൂറോടോക്സിക്കും ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹീമോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് രക്തകോശങ്ങളെ നശിപ്പിച്ചു കളയും. രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ഹീമോടോക്സിക്, അണലി പോലുള്ള വൈപ്പർ വർഗ്ഗങ്ങൾ. ഇതിന്റെ ലക്ഷണങ്ങൾ, ഇത് വിഷം ഏറ്റ് കഴിഞ്ഞുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാം. അതുമാതിരി തന്നെ പുറത്തേക്ക് തന്നെ രോമകൂപങ്ങളിൽ പോലും ചിലപ്പോൾ ബ്ലഡിന്റെ ചെറിയ ചെറിയ സ്പോട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും രോമകൂപങ്ങളിൽ. അത്രത്തോളം മാരകമാണ് ഈ വൈപ്പർ, അതായത് അണലി എന്ന് പറയുന്ന സാധനം. എന്നാൽ മൂർഖനാണെന്നുണ്ടെങ്കിൽ ന്യൂറോടോക്സിക് നേരെ നാഡീവ്യൂഹങ്ങളാണ് ബാധിക്കുന്നത്. നാഡീവ്യൂഹങ്ങളെ ബാധിക്കുമ്പോൾ അത് ശ്വാസതടസ്സം സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മളെ കൺപോളകൾ, മസിലുകളെല്ലാം വളരെ അതിന്റെ ബാലൻസ് എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഈ കൺപോളകളിലുള്ള മസിലുകളുടെ ബാലൻസ് പോയിട്ട് കൺപോള ഇങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏത് പാമ്പായാലും, അത് അണലിയായാലും ശരി, മൂർഖനായാലും ശരി, ഏത് പാമ്പായാലും ശരി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊണ്ടിട്ട് ആന്റിവെനം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിന് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം. കടിച്ചത് അണലിയായാലും മൂർഖനായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് മിക്സഡ് ആന്റിവെനം തന്നെയാണ്. മിക്സഡ് ആന്റിവെനം എന്ന് പറയുമ്പോൾ ഈ പോളിവാലന്റ് ആന്റിവെനാണ് നമുക്ക് നൽകുന്നത്. അതിന് നമ്മൾ പാമ്പിനെ കൊന്നിട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല, കൂടെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അവർ ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ ആന്റിവെനം നൽകുന്നത്. പറ്റുമെങ്കിൽ ആ പാമ്പിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാം. അല്ലാതെ ടോക്സിക്കോ അല്ലെങ്കിൽ ഹീമോടോക്സിക്കോ ആയിട്ടുള്ള മൂർഖനാണെങ്കിലും അണലിയാണെങ്കിലും നമ്മൾ സാധാരണ കോബ്ര അല്ലാത്ത ഏത് പാമ്പ് കടിച്ചാലും ഈ പോളിവാലന്റ് ആന്റിവെനം, മിക്സ്ഡ് വെനം തന്നെയാണ് നൽകുക. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, അണലി പ്രസവിക്കുക തന്നെയാണ് ചെയ്യുക. മറ്റ് പാമ്പുകളെ പോലെ മുട്ട വിരിയിക്കുകയല്ല ചെയ്യുക. അണലി പ്രസവിക്കുമ്പോൾ ഏകദേശം 40ഓളം കുഞ്ഞുങ്ങൾ, 20 to 40 കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. ചില ഇനം റസസ് വൈപ്പറിൽ എന്ന് വെച്ചാൽ ചില ഇനം അണലികൾ 60ഓളം കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇത് പ്രസവിച്ച പാടന്നെ അതിന് ഒരാളെ കൊല്ലാനുള്ള ഏകദേശം വിഷം ഉണ്ടാവും എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇരപിടിക്കാനുള്ള കഴിവും അതിന് പ്രസവിക്കുമ്പോൾ തന്നെ പ്രകൃതിദത്തമായിട്ട് തന്നെ അതിന് വിഷം ഉണ്ടാവും. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് കയ്യിൽ പിടിക്കാമെന്നും കരുതണ്ടാവും. ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയം, ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം, അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ ഒരുപാട് പാമ്പ് കടികൾ നടക്കുകയും പലരും മരണപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഇന്നിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ 27, 2026.
ഇന്ന് തന്നെ 7ഓളം 1 മണി വാർത്തയിൽ 7ഓളം പാമ്പ് കടികൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിനെ പാമ്പ് കടിച്ച് മരിക്കണ്ടായി സഹോദരങ്ങൾ. അതിലൊരു കുട്ടി അത്യാസന്ന നിലയിലായിരുന്നു, മറ്റൊരു കുട്ടി മരണപ്പെട്ടു, ഒരു വൃദ്ധയെ കടിക്കണ്ട. ഇങ്ങനെ പലയിടങ്ങളിലും പാമ്പ് കടികൾ റിപ്പോർട്ട് ഉണ്ടായി. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പാമ്പ് ഇങ്ങനെ പുറത്തിറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂട് വല്ലാതെ ഉണ്ട്, ഇതിന് മാളങ്ങളിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. സാഹചര്യങ്ങൾ ഒരുക്കാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഈ കച്ചറകളൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അടുത്തുള്ള തെങ്ങിന്റെ കടക്ക് കൊണ്ടിടും. അവിടെ എലി വരും, എലി വന്നാൽ എലിനെ പിടിക്കാൻ പാമ്പ് വരും, പാമ്പ് വന്നാൽ എലി ഓടും, എലി ഓടിക്കഴിഞ്ഞാൽ വീടിന്റെ പരിസരത്തേക്ക് എലി വരും, അപ്പൊ പാമ്പ് വരും. അങ്ങനെ വീടിന്റെ അകത്തേക്ക് വരാം. കാരണം ഇപ്പൊ അടുത്ത ദിവസമൊക്കെ വെള്ളിക്കെട്ടനെ കണ്ടതൊക്കെയും അടിയിലാണ് പലപ്പോഴും കണ്ടത്. ആ കുട്ടിനെ കടിച്ചത് പോലും തലയൊക്കെ അടിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ജനലിനോടനുബന്ധിച്ചിട്ട് കോണി, സൈക്കിള്, കുറെ വിറക് ഇങ്ങനെയുള്ളതൊന്നും ചാരി വെക്കാതിരിക്കുക, വീടിന്റെ പരിസരം വൃത്തിയാക്കുക, ഭക്ഷണാവശിഷ്ടങ്ങൾ വീടിന്റെ ദൂരഭാഗത്ത് കൊണ്ടിടുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിന് റെസ്ട്രിക്ഷനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, പ്രിക്കോഷൻസ് എടുക്കാനുള്ളത്. പിന്നെ നമുക്കിതിന് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിയേറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതിരിക്കും, പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കടിച്ചതിന്റെ അവിടെ മുറിവുകൾ ഉണ്ടാക്കുക, രക്തം വലിച്ചെടുക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. കടിച്ചാൽ പരമാവധി വളരെ അധികം ടൈറ്റ് ആക്കാത്ത രൂപത്തിൽ, കടി അധികം കാലിലാണ് കിട്ടലുണ്ടാവുക, ഇരണിക്കും ഇതായിട്ട് ചെറിയൊരു കെട്ട് ലൂസായിട്ട്, കാരണം ബ്ലഡ് സർക്കുലേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് അവിടെ ടൈറ്റായി കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടിയ ഭാഗത്തിന്റെ അടിയിൽ ഈ ടോക്സിക് എല്ലാം നിറഞ്ഞുകൊണ്ടിട്ട് വീർക്കും, നീര് വരും, ചിലപ്പോൾ കാല് തന്നെ മുറിച്ച് കളയേണ്ടതായിട്ട് വരും. ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, പുല്ലുകളുടെ ഇടയിലും മറ്റൊക്കെ കൈയിടുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രി നടക്കുമ്പോൾ ഒരൊക്കെ ജീവിയാണ്, പാമ്പിന് ചെവി ഇല്ല എന്നുള്ളത്, കണ്ണിന്റെ കാഴ്ച കുറവാണ്, അത് കേൾക്കുന്നത് ത്വക്കിലൂടെയാണ്. ഇപ്പൊ നമ്മൾ കാലൊക്കെ ഒന്ന് ഉരസി നടക്കാൻ ശ്രമിക്കുക, നടന്നു പോകുന്ന ആളുകളൊക്കെ. പിന്നെ ഇതിനുള്ള വെനം, അതായത് ഇതിനുള്ള ആന്റിവെനം കണ്ടുപിടിക്കുന്നതും തന്നെ പാമ്പിന്റെ വിഷത്തിൽ നിന്ന് തന്നെയാണ്. ഇതിന്റെ പാമ്പിന്റെ വിഷം കുതിരകളിൽ കുത്തിവെക്കും, കുതിരകളിലും അതുപോലെ തന്നെ കഴുതകളിലൊക്കെ കുത്തിവെക്കുന്നുണ്ട്, ആടുകളിൽ വരെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് കുതിരകളിലാണ് ഇപ്പോൾ ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഇത് കുത്തിവെക്കുന്നത്. കഴുത്തിന്റെ ഭാഗത്ത് വലിയ ഞരമ്പില് കുത്തിവെച്ച് കൊണ്ടിട്ട് ഈ കുതിരയുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യും. ഈ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാൻ തന്നെ പ്രതിരോധ ശേഷി, കുതിര നല്ല ആരോഗ്യമുള്ള വലിയ ജീവിയാണല്ലോ, അപ്പൊ ഇതിന് ഒരു പ്രതിരോധ ശേഷി വർക്കൗട്ട് ആവും ഈ വിഷം കണ്ട് കുത്തിച്ചെല്ലുമ്പോൾ. അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന, അതായത് അതിൽ ആ രക്തം ഇത് കുത്തിവെച്ചതിന് ശേഷം ആ രക്തം പുറത്തെടുക്കും. രക്തം പുറത്തെടുത്തതിന് ശേഷം അതിനെ ശുദ്ധീകരിക്കും, പ്യൂരിഫിക്കേഷൻ ചെയ്യും. പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ആ ബ്ലഡിൽ നിന്നും പ്ലാസ്മ വേർതിരിച്ചെടുക്കും. പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് അതിൽ നിന്നാണ് നമുക്കുള്ള ആന്റിബോഡി, ആന്റി മിക്സ്ഡ് വെനം എന്ന് പറയുന്ന, പാമ്പ് കടിച്ചാൽ നമുക്ക് പ്രതിരോധത്തിനായിട്ട് കുത്തിവെക്കുന്ന, വിഷത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി കുത്തിവെക്കുന്ന ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് എന്നുകൂടി അറിയിച്ചുകൊണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ 2ാം ഭാഗം കുറെ കൂടി വിശദമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അണലി പ്രസവിക്കുമ്പോൾ എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ അണലി പ്രസവിക്കുക തന്നെയാണ് ചെയ്യുക. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കുതിരയിൽ നിന്നും പാമ്പിന്റെ വിഷം കുത്തിവെച്ചുകൊണ്ട് അതിന്റെ ഇമ്മ്യൂൺ പവർ പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മയിൽ നിന്നാണ് പ്രതിരോധ കുത്തിവെപ്പിന്റെ മരുന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ലോക വ്യാപകമായിട്ട് സിന്ധിക്കറ്റ് ആന്റിവെനം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. അതിന്റെ ശ്രമങ്ങൾ പലയിടത്തും പകുതി ഭാഗം 3/4 ഭാഗം വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുതിരയും മറ്റ് ജീവികളും പരീക്ഷണ വസ്തുക്കളാക്കേണ്ടി വരില്ല. സിന്ധിക്കറ്റ് ആന്റിവെനം പല ലാബുകളിലും പരീക്ഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതും ശാസ്ത്രത്തിന്റെ പുരോഗമനം നമുക്കറിയാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ടും എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.